കുട്ടി പ്രതിഭകൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കുകയാണ്. ഗിറ്റാർ കഴിഞ്ഞു, ഇപ്പൊ ഒരു മൃദംഗ വിദ്വാനാണ്. വിദ്വാനെ, ഇതന്റെ പേരെന്താ? എന്താ? റോഷിത് ഘോഷ്. അല്ല, പവറിൽ പറ, സൂപ്പർ പേരല്ലേ റോഷിത് ഘോഷ് അല്ലേ? എവിടെ വീട്? എവിടെയാ? മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നാണല്ലേ? ഓക്കെ. മൃദംഗം എത്ര നാളെ പഠിക്കുന്നു റോഷിത് ഘോഷ്? 5 വർഷമായോ? അപ്പൊ നീ എത്രാം ക്ലാസ്സിലിപ്പോ? 8. അപ്പൊ 3-ാം ക്ലാസ്സിൽ മൃദംഗം പഠിക്കാൻ തുടങ്ങിയോ? അപ്പൊ അന്നേരം കുഞ്ഞു വരലല്ലേ? അപ്പൊ കൈ വേദന എടുക്കില്ലേ? 3-ാം ക്ലാസ് എന്ന് പറയുമ്പോ എത്ര വയസ്സായി? 8 വയസ്സ്. 8 വയസ്സ്. എന്റെ മൂത്ത മോള് 8 വയസ്സാണ്. അവളെ കുഞ്ഞു വരലാണല്ലോ. അപ്പൊ നിന്റെ അന്നേരം കുഞ്ഞു വരലായിരുന്നിരിക്കില്ലേ? 3-ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. കലയോടുള്ള സ്നേഹത്തിലുണ്ടല്ലോ, ഈ വേദനയൊന്നും റോഷിത്തിനൊരു കാര്യമല്ലായിരുന്നു വലുതോ? പറഞ്ഞോ. ശരി, റോഷിത്ത് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ചേച്ചിയോട്? ഈ ചേച്ചിയോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? സത്യമാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. ആണോ? ഓഹോ, അപ്പൊ ഞാനാരായി? ശരി, അപ്പൊ റോഷിത്ത് മത്സരിച്ചത് മൃദംഗം, ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം അല്ലെ? എന്താ പ്രൈസ് എന്താ കിട്ടിയ? റിസൾട്ട് എന്തായിരുന്നു? എ ഗ്രേഡ്. അടിപൊളി. എത്ര നാളായി ഈ കലോത്സവ വേദിയിലേക്ക് ഇങ്ങനെ സജീവമായി നിൽക്കുന്നു? ആദ്യമായിട്ടാണ്. ആഹാ. അപ്പൊ ഇനി ഉണ്ട് 9, 10 ഹൈസ്കൂളില്, ഇനി +1, +2 ഹയർ സെക്കൻഡറി, ഇനി 4 വർഷം കിടക്കുന്നുണ്ടല്ലോ. എല്ലാ കൊല്ലം എ ഗ്രേഡ് അടിക്കില്ലേ? ആരാ ആശാൻ? ആരാ പഠിപ്പിക്കുന്നവരാ? സജിൻലാൽ മാഷ് എടപ്പാള്, മലപ്പുറം തന്നെ. മലപ്പുറത്ത് തന്നെ. മാഷ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? കൂടെ വന്നില്ല. എനിക്ക് തോന്നുന്നു റോഷിത് ഘോഷ് അധികം സംസാരിക്കൊന്നുമില്ല. പുള്ളി മൃദംഗത്തിലാണ് അതിന്റെ അകത്തൊരു പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യാം. ചെറിയൊരു പീസ്. ഓക്കെ. എത്ര മിനിറ്റാ നീ സാധാരണ ചെയ്യാറ്? 3 മിനിറ്റ്. ഇത് ആദ്യമായിട്ടോ നമ്മൾ എത്ര മിനിറ്റ് ചെയ്യണം എന്നൊക്കെ ചെയ്യും. നമ്മൾ സാധാരണ ഒരു പ്രതിഭയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മതിട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയും. ഇപ്പൊ റോഷിത് വളരെ കൃത്യമായിട്ട് എത്ര മിനിറ്റ് വേണം? 3 മിനിറ്റ് ചെയ്യാം അല്ലേ? ആവശ്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും. മതിയാ 3 മിനിറ്റ്. ഓക്കെ, ശരി.
അടിപൊളി അടിപൊളി, അടിപൊളി. അപ്പം ഈ എത്ര വർഷം 5 വർഷമായി 5 വർഷമായിട്ട് പഠിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സലൻസ് കാണുന്നുണ്ട്. അങ്ങനെ വളരെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൃദംഗം. നമ്മളൊരു ഈ ജോഷിത് ഘോഷ് വിരിച്ച വിരിയിലൊക്കെ ഇരുന്നപ്പോൾ ഒരു വേദിയില് ഒരു മൃദംഗ വിദ്വാനെ താളം പിടിക്കുന്ന ഒരു ഫീല് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇഷ്ടപ്പെട്ടോ? എന്താ ചേച്ചിക്ക് എന്താ ചോദിക്കാനുണ്ട്? റോഷിത്, ഞാൻ ചോദിക്കാൻ വന്നേ, അതായത് ഇവരുടെ ഈ വിരലുകൾ ആണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞെൽദോ? അത് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അങ്ങനെ ഈ ലെവലിലേക്ക് ഈ വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്താൻ എത്ര നാളത്തെ ഒരു പ്രാക്ടീസ് വേണം? അല്ല, ഇപ്പം മൂന്നാം ക്ലാസ്സിലല്ലേ പഠിച്ചു തുടങ്ങി നമ്മൾ ആ ഒരു ആദ്യത്തെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു താളം പിടിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തത്തില്ലേ? ആ ലെവലിലേക്ക് എത്താൻ 5ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിയല്ലേ? എന്നാലും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അസാധ്യം. ഞങ്ങൾ ഇരുന്നിങ്ങനെ ആസ്വദിക്കായിരുന്നു, അങ്ങ് മുഴുകിപ്പോയി അല്ലേ എൽദോ? ആസ്വദിച്ചു, നന്നായി ആസ്വദിച്ചു. ഈ പറഞ്ഞ പോലെ ഒരു വലിയ മൃദംഗ വിദ്വാനായിട്ട് മാറട്ടെ. മലപ്പുറത്തിന്റെയും എടപ്പാളിന്റെ ഒക്കെ പേരൊക്കെ ഇങ്ങനെ വാനോളം ഉയർത്തുന്ന ഒരു മൃദംഗ വിദ്വാൻ അല്ലേ? റോഷിത് ഘോഷ് മൃദംഗ വിദ്വാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലായിടത്തും വായിക്കാനും ഒക്കെ ഇടയാക്കണം കേട്ടോ. അപ്പൊ ഈ മൃദംഗത്തിൽ തുടരല്ലേ എല്ലാ കാലത്തും? ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് മൃദംഗം തിരഞ്ഞെടുത്തത്? അതിനോടുള്ള താല്പര്യം കൊണ്ട്. 3ാം ക്ലാസ്സിലായപ്പോ അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഈ കുട്ടി മൃദംഗ വിദ്വാന്റെ ഇത് ഈ വായിച്ചത് തന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മലപ്പുറം എടപ്പാളുകാരനാണ് റോഷിത് ഘോഷ്. എ ഗ്രേഡുമായിട്ടാണ് ഈ കൊല്ലത്ത് നിന്ന് വീണ്ടും മലപ്പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ഇനി എന്താണ് അറിയാം? ഇനി നമുക്കൊരു ഇടവേള എടുത്തിട്ട് ബാക്കി കുട്ടി താരങ്ങളെയൊക്കെ പരിചയപ്പെടാം അല്ലേ? അതെ, ഇടവേള.